ടീഷർട്ട് അപ്ഡേറ്റ്. എടാ ഞാനൊരു സത്യം പറയട്ടെ നിങ്ങളുടെ ഞാനൊരു സത്യം പറയണേ. സത്യം പറയാൻ പോവാണ് ഞാൻ. ഇതൊരു ഭയങ്കര സത്യമാണ്. നിങ്ങൾ ഈ റീൽസ് ഒക്കെ തോണ്ടിയിരിക്കുമ്പോൾ ഇങ്ങനെ കാണിക്കും 15,000 രൂപയ്ക്ക് ടീഷർട്ട് ബിസിനസ് തുടങ്ങിയാലോ, ലക്ഷങ്ങൾ ഏൺ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് കുറെ പരസ്യം കാണുമല്ലോ. എന്റെ അപ്പൊ എന്നെ അവനെ എന്റെ കൈകെട്ടി അവന്റെ മുട്ടുകാലെ ഞാൻ തല്ലി ഓടിക്കും. അണ്ണ വണ്ടിയുടെ തുണി പൊക്കുന്നവൻ. ഗൈസ്, ഭയങ്കര എളുപ്പമാണ് ടീഷർട്ട് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ ടീഷർട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ടീഷർട്ട് ബിസിനസ് ഞാൻ ഇന്ന് കണ്ടേ ഉള്ളൂ. എടാ ഇതൊന്നും കണ്ട് വെറുതെ പോവരുത്. ഇവന്മാരൊക്കെ മറ്റേ കോഴ്സ് വിൽക്കാനും നിങ്ങളെ ഓരോരുത്തന്മാരെ പരിചയപ്പെടുത്തി തരാനും എന്നൊക്കെ പറഞ്ഞാണ് ഓരോരുത്തന്മാർ വരുന്നത്. ഇവന്മാരെന്ത് ചെയ്യുന്ന അറിയോ, നമ്മളെ ടീഷർട്ട് ബിസിനസ് പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ പരിപാടി ചെയ്യണേ. എൻ്റെ പൊന്നു മോനെ, ഞാനൊരു കാര്യം പറയാം. ടീഷർട്ട് ബിസിനസ് എന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി എന്തൊക്കെ ചെയ്യാൻ പോവോ അതൊക്കെ പറഞ്ഞവനെ എനിക്കങ്ങ് ഓരോ നിമിഷവും ഇതാണ്. ഞാൻ ഒരു ബേസിക് എക്സാമ്പിൾ പറയാം. ടീഷർട്ടിന്റെ തുണി നോക്കാൻ തിരുപ്പൂര് പോയി, തുണി കിട്ടിയില്ല, ചെലവ് 15,000. അപ്പം തന്നെ 15,000 രൂപ തീർന്നു. എന്നിട്ട് പോണ വഴിക്ക് ഈ വിനീത് ഒരു പാണ്ടിപ്പുണ്ടെ കൊണ്ടുവന്ന് വണ്ടി ഇടിച്ച്. ഞാൻ ഉറക്കമായിരുന്നു. ഡേയ് തമ്പി എന്നൊക്കെ പറഞ്ഞ ഒരുത്തൻ ചാടി എണീറ്റ് വരുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണ്ണീക്കണം, മനസ്സിലായോ? ഞാൻ ഉറക്കമായിരുന്നു. അപ്പൊ അവന്റെ വണ്ടിയിൽ ചെറുതായിട്ടൊന്ന് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വശം തട്ടി. പക്ഷെ അവന്റെ വണ്ടിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ആ വണ്ടിക്കകത്ത് ഹോൺ അഴിച്ച് ബാക്കി എല്ലാത്തിനും ശബ്ദമുണ്ട്. അങ്ങനെ ഒരു വണ്ടിയായിട്ടാണ് വന്നത്, മനസ്സിലായോ? അതിൽ കൊണ്ടുവന്ന് ഒരൊറ്റ ഇടി വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് പുള്ളി ചാടി ഇറങ്ങി വന്നത്. ഞാൻ ഓർത്ത് എന്നെ കൈ വെച്ചത് കേട്ടാ. ഇത് എന്നെ പെട്ടെന്ന് ചാടി വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കിന് വണ്ടിക്കകത്ത് ഒരു 10-40 പേര് ആൾക്കാരെല്ലാവരും കൂടെ അവിടെ കൂടിയിട്ട് വണ്ടിക്ക് 5,000 രൂപ. ആ വണ്ടി മൊത്തത്തിൽ മേടിച്ചാൽ എനിക്കൊരു 4,999 രൂപയ്ക്ക് ആ വണ്ടി മേടിക്കാം, മനസ്സിലായോ? ആ വണ്ടിക്ക് അത് 5,000 രൂപ ഒരു തട്ടിന് ചോദിച്ച്. എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എവിടെ നിന്നില്ലാത്ത ഒരു വള്ളി നമ്മുടെ കാറിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത്. ബോബ് ഉറക്കമായിരുന്നു അത്ര നേരം. പെട്ടെന്ന് BM അല്ലായിരുന്നു, സെൽട്ടോസിലായിരുന്നു. പെട്ടെന്ന് ബോബ് വെളിയിൽ നിന്ന് ചാടി ഇറങ്ങി വന്നിട്ട് ഡേ ഇത് നമ്മൾ തട്ടിയതല്ല ഡേ എന്നൊക്കെ പറഞ്ഞ്. ഞാൻ ഓർത്ത് ആ സമയത്ത് പുള്ളി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ വരിക. അത് പുറം ചൊറിയാനായിരുന്നു പുള്ളി കൈ പൊക്കിയത്. പക്ഷെ ഞാൻ വിചാരിച്ച ബാക്കിൽ നിന്ന് വെട്ടുകത്തി എടുക്കുമായിരിക്കും കേട്ടാ. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി സംസാരിച്ചാൽ ശരിയാവില്ല, 5,000 രൂപ തരാമെന്ന് പറഞ്ഞ് 5,000 രൂപ കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയാണ് ഞങ്ങൾ ടീഷർട്ട് ബിസിനസ്, അവിടെയാണ് ഞങ്ങളുടെ ഐശ്വര്യമായിട്ട് തുടങ്ങിയത്, മനസ്സിലായോ ഗൈസ്? ഓരോ പുണ്ടച്ചികൾ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ 15,000 രൂപയ്ക്കും ടീഷർട്ട് ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കരുത്. ഒരു മെഷീന് മാത്രം, ഒരു ടീഷർട്ട് പ്രിന്റ് ചെയ്യുന്ന പ്രസ്സിങ് മെഷീന്, നല്ലൊരു മെഷീന് 20,000 രൂപയാവും എങ്ങനെ പോയാലും. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണേ. ഇത് കൂടാതെ നിങ്ങൾക്ക് വെറുതെ ഒരു റീസെല്ലർ ആയാൽ മതിയെന്നുണ്ടെങ്കിൽ ചുമ്മാ ടീഷർട്ട് മെഷീൻ മേടിച്ച് പ്രിന്റ് ചെയ്ത് പോവാം. പക്ഷെ ഒരു ബ്രാൻഡായിട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ടാസ്ക് ഉണ്ട്. അതായത് നമ്മളിപ്പം ടീഷർട്ടിൻ്റെ കമ്പനിയുടെ ഒരു ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡിങ് മാത്രം ചെയ്തപ്പം എനിക്ക് 40,000 രൂപയായി ബ്രാൻഡിങ്ങിന് മാത്രം. പിന്നെ നമ്മൾക്ക് ട്രേഡ് മാർക്ക് എടുക്കണം. ട്രേഡ് മാർക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ വക്കീലിൻ്റെ ചാർജും അതും ഇതും എല്ലാം കൂടെ ചേർത്ത് എല്ലാം കൂടി ഒരു 12,000 രൂപയായി ട്രേഡ് മാർക്ക് എടുത്തതിന്. പിന്നെ ബ്രാൻഡിങ്, മെഷീൻ മേടിച്ചത് എല്ലാം കൂടെ, പിന്നെ ഈ പറയണ പോലെ നമുക്ക് ഡിസൈനേഴ്സിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും. വെബ്സൈറ്റിന് എങ്ങനെ എല്ലാം കൂടെ എൻ്റെ വെബ്സൈറ്റിന് ഒരു 70,000-80,000 രൂപയായിട്ടുണ്ടാവും എൻ്റെ വെബ്സൈറ്റിന്, മനസ്സിലായോ? 15,000 രൂപയ്ക്ക് ഷെഡിയുടെ ലേബലിൽ നമ്മുടെ പേരടിച്ചു കൊടുക്കാൻ പറ്റൂല. സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ഈ റീല് കാണുന്ന അങ്ങനെങ്കിലും ആരെങ്കിലും റീൽ എടുത്തുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പറയണം, എന്നാ നീ ഒന്ന് കാണിച്ചു തരാൻ. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, എന്നാ നീ ഒന്ന് കാണിച്ചു തരാം. 15,000 രൂപയ്ക്ക് ക്ലോത്തും ഇതും എല്ലാം എടുത്ത് ടീഷർട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് കാണിക്കാൻ പറയണം. ഇതിലും ഭേദം എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയോ, ബസ് മേടിച്ചാൽ മതിയായിരുന്നു നമുക്ക്. ബസ് നോ മണി നോ ഹണി. സത്യം അത് തന്നെ കാര്യം. 15,000 രൂപ വെച്ചിട്ട് നല്ല പൈസ കൊണ്ടും ബ്രോ അനുഭവം കൊണ്ട് പറയണം. അതാണ് ബ്രോ, സത്യമാണ്. ഞാനും അനുഭവം കൊണ്ട് പറയാം ഗൈസ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇറങ്ങിത്തിരിക്കുമ്പോൾ വെറുതെ ഇറങ്ങിത്തിരിക്കരുത്. അതും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സും അതും ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ടീഷർട്ട് ബിസിനസ് 15,000 രൂപയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പഠിത്തവും പോയി ഇതും പോയി, മനസ്സിലായോ? പ്രശ്നമാണത്. വാച്ച് അവർ കൂട്ടിത്തരുമോ? ഹിഷാംസ് ഗെയിമിങ് വാച്ച് അവർ കൂട്ടിത്തരുമോ? അങ്ങനെ ഒരു സർവീസ് നമുക്കില്ല ബ്രോ. നമുക്കുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ പ്രിന്റും ബഫ് പ്രിന്റ് ഒക്കെ ഉള്ള ടീഷർട്ടുകളൊക്കെ തരാം. ഏത് നിങ്ങളൊക്കെ ടീഷർട്ട് മേടിക്കണം കേട്ടാ. ടീഷർട്ട് മേടിക്കണം. നമ്മൾ 1,000 പീസ് ഇറക്കുന്നുള്ളൂ കേട്ടാ. 3 ഡിസൈൻ ഉണ്ടാവും, 1,000 പീസ്. ഫസ്റ്റ് ലോഞ്ച് അതാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ ടിവിയുടെ മറിച്ചൊക്കെ കൊണ്ടുവരത്തുള്ളൂ. ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 449 സ്ട്രീം. എനിക്ക് ഒരു പെണ്ണിനെ ഇഷ്ടമാണ്, പ്രപ്പോസ് ആക്കി അക്സെപ്റ്റ് ആയില്ല. രഞ്ജിത്ത്, വളരെ നല്ല കാര്യം. വേറെ വരും.
ഒരു കടയിൽ കയറി ഒരു സാധനം മേടിക്കുന്നു. നമ്മൾ ഒരു സാധനം തപ്പി ഒരു കടയിൽ പോകുന്നു. അവിടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വേറെ കടയിൽ പോയി സാധനം മേടിക്കും. അത്രേ ഉള്ളൂ രഞ്ജിത്തെ. ഒരെണ്ണം വരും. അണ്ണ അപ്പോഴേ പറഞ്ഞല്ലേ ബസ് എടുക്കാൻ. ആനന്ദേ, എടാ നിന്റെ ഈ തുണി പൊക്കലും നിന്റെ ഈ സൂപ്പർ ചാറ്റും എനിക്ക് വേണ്ട. നിന്നെ എനിക്കിപ്പോൾ കാണുന്നതേ ചെകുത്തുകട. സത്യം പറയാലോ. കൊളാബ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണോ? ഡോക്ടർ ഹാഷിം, സുന്നത്ത് ഹോസ്പിറ്റൽ. ഞാൻ ഒരു വട്ടം ഞാൻ സാധനം വെട്ടി കളഞ്ഞാണ് ബ്രോ. സീരിയസ് ആയിട്ട് ഞാൻ ലൈവിൽ ഒരു ചലഞ്ചിൽ തോറ്റ് ഇതായിട്ട് ഇനിയിപ്പം സുന്നത്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേണ്ട. കൊളാബ്. നന്ദിയുണ്ട്. 40 രൂപയ്ക്ക് നന്ദി. നിങ്ങളുടെ ഒരു കാര്യം പറയാനാണ്, നമ്മൾ തുടങ്ങുന്ന സമയത്ത് വെബ്സൈറ്റ് മാത്രം ആക്കണ്ട എന്ന് പറഞ്ഞ് ഞാൻ ഒരു കാര്യം പറയാം കേസ്. എനിക്ക് സ്റ്റോറിന് കട തുടങ്ങാൻ പ്ലാൻ ഇല്ലായിരുന്നു. അപ്പം ബാങ്ക് അക്കൗണ്ടിൽ പോയിട്ട് ഇതുകൂടെ പറഞ്ഞ അവസാനിപ്പിച്ചിട്ട് ഗെയിമിൽ കയറാവേ. ഇതുകൂടെ പറഞ്ഞിട്ട് കയറാവേ. അപ്പോൾ കട തുടങ്ങാൻ നമുക്കൊരു പ്ലാൻ ഇല്ലായിരുന്നു ചേട്ടാ. പ്ലാൻ ഇല്ലാതെ ഇരുന്നപ്പം നമ്മളിങ്ങനെ ടീഷർട്ടിൻ്റെ കാര്യം ഓൺലൈൻ സ്റ്റോർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ചേട്ടാ കൂട്ടി പോയി മോളെ വെൽക്കം സ്ട്രീം ഇതായിട്ട് നിന്നപ്പോൾ സമയത്ത് നമ്മൾ ഇതിനകത്ത് GST എടുക്കാനും മറ്റേ എന്തോ കറണ്ട് അക്കൗണ്ട് എടുക്കണം. ബാങ്കിൽ കറണ്ട് അക്കൗണ്ട് എടുക്കണമല്ലോ നമുക്ക് ഈ ഇതിനകത്തൊക്കെ. കറണ്ട് അക്കൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെന്നപ്പോൾ പറഞ്ഞു ബിൽഡിങ് വേണം, ബിൽഡിംഗ് ഒക്കെ കാണിക്കണം, എന്നാലേ അവർക്ക് മറ്റേ ഇത് തരാൻ പറ്റത്തുള്ളൂ. ഇത് കേട്ടപ്പം അതാണ് നമുക്ക് ആദ്യം വീട്ടിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലാക്കാം എന്നുള്ളൊരു രീതിയിലിരിക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മുടെ സെഡ് വണ്ണിൻ്റെ മുതലാളി എനിക്കൊരു കട ഫ്രീ ആയിട്ട് എഴുതി ഇങ്ങ് തന്നു. മോനെ നീ ബിസിനസ് ചെയ്തോ എന്ന് പറഞ്ഞ് എനിക്കൊരു കടമുറി മൊത്തത്തിൽ ഇങ്ങ് തന്നു. ഒരു ഡെപ്പോസിറ്റ് ഇല്ല, ഒന്നുമില്ല. എനിക്ക് റെന്റ് ചെറിയ വലിയ കടയൊന്നുമല്ല, ചെറിയ കടയാണ്. അതുകൊണ്ട് പുള്ളി 4 കട എടുത്താണ്. അതിലൊരു കട നമുക്ക് തന്നു. പുള്ളി ഒരു കട നമുക്ക് തന്നിട്ട് പറഞ്ഞ് നീ തുടങ്ങിക്കോളെ, എല്ലാം സെറ്റായിട്ട് പൈസയൊക്കെ കൊടുത്താൽ മതി, നീ ധൈര്യമായിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞ് എനിക്കൊരു കട എഴുതി ഇങ്ങ് തന്നു. 999 എടാ 999 ബഫ്ഡ് മറ്റേ ഇതുപോലത്തെ ബഫ് പ്രിന്റ് ഒക്കെ വരുന്ന സാധനത്തിനാണ്, അല്ലാത്തതുണ്ട്. അപ്പം പുള്ളി അത് തന്നപ്പോഴത്തേക്കിന് നമ്മളൊക്കെ സ്റ്റോറായിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളൊരു സ്റ്റോറും കൂടെ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് സ്റ്റോറും വെബ്സൈറ്റും നമുക്ക് ഒരേ ദിവസമായിരിക്കും ലോഞ്ച് ആവുന്നത്. ആൻഡ് ഇനാഗുറേഷന് നമുക്ക് എല്ലാവരും വിളിക്കാം. കാസ്ട്രോയെയും സായിപ്പിനെയും അതുപോലെ തന്നെ തൊപ്പിയെയും എല്ലാവരോടും ഒരുമിച്ച് കൊണ്ടുവരാം, നമുക്ക് കത്തിക്കാം. ഏത് അണ്ണ ഞാൻ മൂവണായി ശരത്, അത്രേ ഉള്ളൂ. അതിന് നീ എന്തിന്ന് മൂവണായി? എന്തിനാ നീ മൂവണായേ? ഹണി റോസ് വരും. ഹണി റോസ് ഒന്നുമില്ല. ആ ഹണി റോസ് ഇല്ല അണ്ണ. മല്ലു വൈനർ കൊണ്ടുവരാം. ഞാൻ ജയിലിൽ പോയി കിടക്കണം, നിനക്കൊക്കെ കാണണം ഇനി അടുത്തത്. ബ്രോ ടീഷർട്ട് ലാസ്റ്റ് സൈസ് എത്രയാ ബ്രോ? ഇപ്പൊ കറന്റ് നമ്മൾ സ്മോള്, മീഡിയം, ലാർജ്, എക്സൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് പേഴ്സണലി അതിനകത്ത് ഫോറം ഉണ്ടാവും. ഫോറത്തിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന സൈസ് നമ്മൾ ഒരു പ്രിന്റായിട്ട് എടുത്തു തരും ഉറപ്പായിട്ട്. എന്നാ നമുക്ക് ചെറിയൊരു കപ്പൽ എടുത്താലോ? എന്തൊക്കെ ബിസിനസ് ഐഡിയ ആണോ നിനക്കൊക്കെ? നിനക്കൊക്കെ എന്തൊക്കെ? നിങ്ങളൊക്കെ ഇങ്ങനെയാണോന്ന് അറിയത്തില്ല. എനിക്ക് രാത്രി ഒരു 3 മണി 4 മണി ആകുമ്പോഴത്തേക്കിന് എന്തെങ്കിലും ബിസിനസ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് വെച്ച് തപ്പി അവസാനം വരുമ്പോൾ മനസ്സിലാവും നമ്മളെ കൊണ്ട് ഇത് പറ്റത്തില്ലെന്ന്. പിന്നെ ഞാൻ അതിൻ്റെ ഓർക്ക് പോലും ഇല്ല. പിന്നെ സത്യമായിട്ട് ഞാൻ പറയാണ്, അങ്ങനെ എന്തോരം ബിസിനസ് ഉണ്ടാകുന്ന അറിയോ? 18 വയസ്സിൽ തുടങ്ങിയതാണ് ബിസിനസ് പ്ലാൻ. ഷെഡി കച്ചവടം, ഷെഡി ബ്രാക്കട തൊട്ട് കോഴിക്കട, ചായക്കട, മറ്റേ പട്ടിയെ വളർത്തുന്നത്, പട്ടിയെ ബേറ്റ് ചെയ്യുന്ന കട, എന്തൊക്കെ കടകളെ പറ്റി ആലോചിച്ചിട്ടുണ്ടെന്ന് എനിക്കും എൻ്റെ കൂട്ടുകാർക്കും മാത്രമേ അറിയത്തുള്ളൂ. മനസ്സിലായോ? എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഇതെല്ലാം മറന്നും പോകും. പ്ലാനൊക്കെ രാത്രിയിൽ ഇരുന്ന് കൂടുന്ന ദിവസം അളിയാ നാളെ തൊട്ട് നമ്മൾ ടീഷർട്ട് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം, ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് രാത്രി പ്ലാൻ ചെയ്യുക. രാവിലെ ആകുമ്പോൾ ആ കിടന്നെടുത്ത് പൈസ കൊടുക്കാൻ പോലും കയ്യിലുണ്ടാവില്ല. അങ്ങനെയാണ് അത് അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുറേ നാളായിട്ട്. അണ്ണാ റെഗുലർ അപ്ഡേറ്റ് ഇന്ന് രാത്രി 12 മണിക്ക് വരത്തുള്ളൂ ബ്രോ. അവർ സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒരു 12 മണിക്ക് ആകുമ്പോഴത്തേക്കിന് പുതിയ ഇത് വരും. പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും, അപ്ഡേറ്റ് ചെയ്താൽ മതി. അതെങ്ങനെ ഉണ്ടായിരുന്ന കോമഡി കാർത്തിക് ബ്രോ? അവൻ എവിടെ പോയി? അവൻ ചെന്നൈയിൽ എന്തോ ആണ്. അവനിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വരും. അണ്ണാ ഞാൻ വൺ ഡേ പൈസ 10 റുപ്പീസ് ചോദിച്ചു, നൈറ്റ് ഓർക്കുന്നോ? ഓർക്കുന്നു അപ്പി ബ്രോ. ഞാൻ അന്നേരം 1000 രൂപ വെച്ച് തന്നായിരുന്നു. അതൊന്നും ഇവിടെ പറയണ്ട. അത് വേണ്ട. എന്നാ ഒരു ഷിപ്പ് എടുക്കുക, എല്ലാം എടുക്കാം. എനിക്ക് ഓൾറെഡി ഷിപ്പ് ഉണ്ടറാ, ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ ഉണ്ടായിരുന്നു. എന്നാ ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പൊട്ടിത്തെറിച്ചു. ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്ന അരവണ പൊട്ടിത്തെറിച്ചോ? നിന്റെ കയ്യിലിരിപ്പിന് നിന്റെ തല പൊട്ടിത്തെറിക്കാത്തത് തന്നെ വലിയ ഭാഗ്യമാണ് ആനന്ദേ. നിന്റെ കൈ കിട്ടുന്ന നിന്റെ സ്വഭാവത്തിന് അത് പൊട്ടിത്തെറിച്ചത് തന്നെ എനിക്ക് അതിശയമൊന്നുമില്ല. അരവണ പൊട്ടിത്തെറിച്ചല്ലേ, നിന്റെ തല പൊട്ടിത്തെറിച്ച് പോകത്തിലാണ് എനിക്ക് അതിശയം. മനസ്സിലായോ?
പത്മനാഭൻ കെ ബ്രോ താങ്ക് യു തോട്ടി. തൊപ്പിയെ ഉറപ്പായും കൊണ്ടുവരണേ അണ്ണാ പ്ലീസ്. തൊപ്പിയെ കൊണ്ടുവരാം. അണ്ണാ ഓയോ ബിസിനസ് തുടങ്ങോ, ഇനാഗ്രേഷൻ ചെയ്യോ, തുണി പൊക്കിയ ഒരാൾ എന്താന്ന് വെച്ചാൽ അണ്ണന്റെ ഇഷ്ടം പോലെയാണ്. എടാ ഓയോ ഒക്കെ പൂട്ടി. ഓയോ ഒന്നും ഇപ്പൊ ആർക്കും വേണ്ട. പിള്ളേർ സെറ്റ് ഒന്നും കയറത്തില്ലെന്നാ പറയുന്നത്. ഓയോ ഒന്നും വേണ്ട, മനസ്സിലായ? അതൊക്കെ പൊട്ടിപ്പോവും. കൊറിയർ ഉണ്ടോ? ഷൈജു പി വർഗീസ് കൊറിയർ ഉണ്ട് ബ്രോ. എന്റെ വീടിന്റെ അടുത്ത് DTDC കൊറിയർ ഉണ്ട്. പിന്നെ ഏതൊക്കെ കൊറിയർ ആയിരുന്നുള്ള, പിന്നെ ഏതൊക്കെയോ കൊറിയർ ഉണ്ട് സത്യമായിട്ടും. അണ്ണാ എന്റെ സൂയിസൈഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോസ്ബി, എടാ സൂയിസൈഡ് ചെയ്താൽ നീ ഒരു മൊണ്ണയാണെന്ന് ഞാൻ പറയും. നീ ഒരു മണ്ടൻ, ജീവിക്കാൻ പേടിയുള്ളൊരു മണ്ടനാണെന്ന് ഞാൻ പറയും, മനസ്സിലായ? അതാണ് നിന്റെ പറ്റിയുള്ള അഭിപ്രായം. അണ്ണാ ബസ് വേണ്ട, പാണ്ടിലോറി മതി. എല്ലാത്തിനും ശരത്തെ, എടാ ശരത്തെ പറ്റി താങ്ക് യു സോ മച്ച് 20. നമ്മളെ ഒരുമിച്ച് പഠിച്ച പയ്യനാണ്. അണ്ണാ എന്നെ ഒന്ന് പൊക്കി പറ, ക്രഷിനെ കാണിക്കാനാ. ശങ്കർ വിനോദ്, ഇവനെ പോലത്തെ ഒരു മൂഞ്ചൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം. നിനക്ക് ജീവിതത്തിൽ നല്ല സന്തോഷവും സുഖമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പയ്യന്മാർ പ്രപ്പോസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ശങ്കർ വിനോദ് ഇല്ലേ, ഇവന്റെ പേരിന്റെ ശങ്കറിന്റെ ഷാ കണ്ട് കേട്ടാൽ തന്നെ ഓടിക്കണം. ഞാൻ ഇപ്പോഴേ പറയാം. കാശ് കൊടുത്ത് ഒരാളുടെ അടുത്ത് പൊക്കി പറയാന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി ഇവ എന്ത് രക്ഷയായിരിക്കുമെന്ന്. ഒരിക്കലും പാടില്ല. കെട്ടുക ചെയ്യരുത് പിന്നെ. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയല്ല. അഭിജിത്ത് താങ്ക് യു സോ മച്ച് 40. വാസു അണ്ണ എനിക്ക് നല്ലൊരു ടീഷർട്ട് PLN 50 ഉറപ്പായിട്ടും തരും, ഉറപ്പായിട്ടും. ആനന്ദ് അണ്ണാ മീൻ കൃഷി കൂടെ ആയാലോ? ഇനി മീൻ കൂടെ പണ്ണണ കാണണം. ബാക്കി ഇതിലെ കണ്ണാപ്പി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എന്നെ അണ്ണാ മരപ്പെട്ടി കൊളയട്ട മുതൽ എല്ലാം പണി എന്നെ. ഇനി മീനും കൂടെ പണ്ണ നീ കാണണം. ഇനി അതോടെ ഉള്ളു എനിക്കിനി. ഓയോ തുടങ്ങിയ ഫസ്റ്റ് തുണി ഞാൻ പൊക്കും. ആനന്ദ്, എടാ നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ആനന്ദേ. നിനക്ക് നീ എല്ലാ ദിവസവും ഒരു 150 രൂപയായിട്ട് വരും. എന്നിട്ട് 40 രൂപ വെച്ച് 4 വട്ടമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് ഒന്നീ തുണി വെക്കുന്ന കാര്യം അത് മാത്രമേ നിന്റെ വായിൽ നിന്ന് വരുന്നുള്ളൂ. അണ്ണാ ഞാൻ ഒരാളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അവൾ എന്നെ പറ്റിച്ചിട്ട് പോയി. ഇപ്പൊ മൈൻഡ് ഫുൾ ശോകമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ആ സൂപ്പർ ചാറ്റ് വായിക്കുമ്പോ BGM. ഏജ് അണ്ണാ ഞാനൊരാളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അവൾ എന്നെ തേച്ചിട്ട് പോയി. ഇപ്പൊ മൈൻഡ് ഫുള്ള് ശോകമാണ് അണ്ണാ. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ചില്ലായിട്ടിരിക്കും ബ്രോ. അതിനൊക്കെ ഷോ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഷോ ഓടിക്കാൻ സമയം ഉണ്ടാവുള്ളൂ, മനസ്സിലായ? അതിനൊന്നും ഷോ ഓടിക്കരുത്. പോട്ടെ, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. ഊപ്സ് ഇറ്റ്സ് മീ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദ 40 rupees. അണ്ണാ എന്നെ TV കയറ്റുവോ? മോനെ സ്ലോട്ട് ഇല്ല, നിനക്കറിയാമല്ലോ. സിറ്റി മാറി കളിക്കണേ. ഇപ്പൊ പുതിയ സിറ്റിയിൽ അതിനേക്കാൾ സ്ലോട്ട് ഇല്ല, മനസ്സിലായ? നീ എന്തിനു പറയണേ? അണ്ണാ സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തോ, അപ്പോൾ സേഫ് ആകും. ഇനാഗുറേഷൻ ഓവർ ക്രൗഡ് ആയാൽ കട പൂട്ടും. പോലീസിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാണ്. ലാത്തിക്കടി കിട്ടി. ബാറ്റ്മാൻ സൂപ്പർ ബ്രോ, സൂപ്പർ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? കോപ്പിറൈറ്റ് അടിക്കൂലേ? എടാ അല്ലേലും എന്തിനാ കോപ്പിറൈറ്റ് ഇല്ലാത്ത? നമുക്ക് അല്ലേലും എന്തിനാ കോപ്പിറൈറ്റ് ഇല്ലാത്ത? ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒരു 50 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ പോയി സൂപ്പർ ചാറ്റ് ചെയ്യും, മനസ്സിലായേ? അല്ല ഇപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യും, അവിടെ പോയി സ്ട്രീം ചെയ്യും. സീരിയസ് ആയിട്ട് ഞാൻ പറയണം. മറ്റേ റൂട്ടറിൽ ഇതൊന്നും ഇല്ലായിരുന്നെ, പ്രോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതേ ഉള്ളു ഇപ്പൊ ഇന്ത്യയിൽ. റൂട്ടറിൽ പ്രോ ഇല്ലായിരുന്നെങ്കിൽ നിനക്കൊക്കെ മറ്റേ പ്രോ എടുത്ത് ലൈവ് കാണണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പോയി സ്ട്രീം ചെയ്യാത്തത്. അല്ലെ ഞാൻ റൂട്ടറിൽ പോയി സ്ട്രീം ചെയ്തേനെ. അവിടെ പ്രോ ഉണ്ട്, അവിടെ ചെയ്യാനും പറ്റത്തില്ല. അണ്ണാ എന്റെ ഫ്രണ്ടിന് ബോർഡ് എക്സാം ആണ്, ആൾക്ക് നല്ല പേടിയുണ്ട്. ഇപ്പൊ ഒരു മോട്ടിവേഷൻ കൊടുക്കണ്ണ. ഗീവർ ബ്രോ, ഞാനും ബോർഡ് എക്സാം എഴുതിയത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ കിട്ടാനില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ എക്സാമും ബോർഡ് എക്സാം എന്ന് പറഞ്ഞ് 2 എക്സാം ഉണ്ടായിരുന്നു. സ്കൂൾ എക്സാം എന്ന് എഴുതിയാൽ വേറെ വെളിയിലത്തെ ഗവൺമെന്റ് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ബോർഡ് എക്സാം തന്നെ എഴുതാന്ന് പറഞ്ഞ് ബോർഡ് എക്സാം എഴുതാൻ പോയി. അതാണെങ്കിൽ വേറൊരു സ്കൂളിൽ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ബോർഡ് എക്സാം പാസ്സായപ്പം എൻ്റെ സ്കൂൾ എക്സാം എഴുതി അവൻ്റെ പേരെഴുതി അവൻ സ്പെല്ലിങ് തെറ്റിക്കും, മനസ്സിലായോ? അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ നോക്കിയ സ്കൂളിൽ സയൻസ് കിട്ടി. എനിക്കോ ഞാൻ കൊമേഴ്സും പഠിച്ച് ക്ലാസ്സും കട്ട് ചെയ്ത് ഇതായിട്ട് നേരെ നടന്നു, മനസ്സിലായോ? അവനിപ്പം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്, ഞാനിവിടെ ഊഞ്ചി തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പേടിയില്ലാതെ പരീക്ഷ പോയി എഴുതിയാൽ ഈസി ആയിട്ട് പാസ്സാവും, അത്രേ ഉള്ളൂ. അതാണ് പറയാനുള്ളത്, മനസ്സിലായോ? താങ്ക് യു. 2 വാക്കായില്ലേ? ഓക്കെ. അണ്ണാ ഞങ്ങളുടെ കൂടെ നടന്ന ഒരുത്തൻ ആദിത്യൻ ഞങ്ങളുടെ കൂടെ നടന്ന് ഒമ്പിച്ചു.
അവന് മനസ്സിലായി നിന്റെ കൂടെ നടന്ന ജീവിതം പോയി എന്ന് അവന് കാര്യം മനസ്സിലായി. ആ കറക്റ്റ് സമയത്ത് വലിഞ്ഞു, മനസ്സിലായ? അത് നിന്നെ ഊമ്പിച്ചെന്നല്ല, അവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവന് കാര്യം മനസ്സിലായി. അത് എന്ത് ചെയ്യാ സൂപ്പർ ചാറ്റ്, അതിന് താഴോട്ട് ഇത്ര സൂപ്പർ ചാറ്റ് വന്നു. ജസ്റ്റ് ആരോണേ, അതാണ് സത്യം, മനസ്സിലായ? ആരെ മറന്നാലും എന്നെ മറക്കല്ലേ എന്ന് എനിക്കറിയാം. ഷൈജു പി വർഗീസ്, കൊറിയർ ഉണ്ട് ബ്രോ, എന്റെ വീടിന്റെ അടുത്ത് DTDC കൊറിയർ ഉണ്ട്. പിന്നെ ഏതൊക്കെ കൊറിയർ ആയിരുന്നുള്ള, പിന്നെ ഏതൊക്കെയോ കൊറിയർ ഉണ്ട് സത്യമായിട്ടും. അണ്ണാ എൻ്റെ സൂയിസൈഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? കോസ്ബി, എടാ സൂയിസൈഡ് ചെയ്താൽ നീ ഒരു മൊണ്ണയാണെന്ന് ഞാൻ പറയും. നീ ഒരു മണ്ടൻ, ജീവിക്കാൻ പേടിയുള്ളൊരു മണ്ടനാണെന്ന് ഞാൻ പറയും, മനസ്സിലായ? അതാണ് നിന്റെ പറ്റിയുള്ള അഭിപ്രായം. അണ്ണാ ബസ് വേണ്ട, പാണ്ടിലോറി മതി. എല്ലാത്തിനും ശരത്തെ, എടാ ശരത്തെ സ്വറ്റി, താങ്ക് യു സോ മച്ച് 20. നമ്മളെ ഒരുമിച്ച് പഠിച്ച പയ്യനാണ്. അണ്ണാ എന്നെ ഒന്ന് പൊക്കി പറ, ക്രഷിനെ കാണിക്കാനാ. ശങ്കർ വിനോദ്, ഇവനെ പോലത്തെ ഒരു മൂഞ്ചൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളെ. ഞാൻ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറയാം, നിനക്ക് ജീവിതത്തിൽ നല്ല സന്തോഷവും സുഖമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല പയ്യന്മാർ പ്രപ്പോസ് ചെയ്യുമ്പോൾ അക്സെപ്റ്റ് ചെയ്യും. ഈ ശങ്കർ വിനോദ് ഇല്ലേ, ഇവന്റെ പേരിന്റെ ശങ്കറിന്റെ ഷാ കണ്ട് കേട്ടാൽ തന്നെ ഓടിക്കണം. ഞാൻ ഇപ്പോഴേ പറയാം, കാശ് കൊടുത്ത് ഒരാളുടെ അടുത്ത് പൊക്കി പറയാന്ന് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആലോചിച്ച് നോക്കി ഇവ എന്ത് രച്ചിയായിരിക്കുമെന്ന്. ഒരിക്കലും പാടില്ല, കെട്ടുക ചെയ്യരുത് ഇവിടെ. അതിൽ കൂടുതൽ വേറെ ഒന്നും എനിക്ക് പറയല്ല. അഭിജിത്ത്, താങ്ക് യു സോ മച്ച് 40. വാസു അണ്ണ, എനിക്ക് നല്ലൊരു ടീഷർട്ട് PLN 50 ഉറപ്പായിട്ടും തരും, ഉറപ്പായിട്ടും. ആനന്ദ് അണ്ണാ, മീൻ കൃഷി കൂടെ ആയാലോ? ഇനി മീൻ കൂടെ പണ്ണണ കാണണം. ബാക്കി ഇതിലെ കണ്ണാപ്പി പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം എന്നെ അണ്ണാ മരപ്പെട്ടി കൊളയട്ട മുതൽ എല്ലാം പണി എന്നെ. ഇനി മീനും കൂടെ പണ്ണ നീ കാണണം. ഇനി അതോടെ ഉള്ള എനിക്കിനി ഓയോ തുടങ്ങിയ ഫസ്റ്റ് തുണി ഞാൻ പൊക്കും. ആനന്ദ്, എടാ നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും പറയാനില്ല ആനന്ദേ. നിനക്ക് നീ എല്ലാ ദിവസവും ഒരു 150 രൂപയായിട്ട് വരും, എന്നിട്ട് 40 രൂപ വെച്ച് 4 വട്ടമായിട്ട് സൂപ്പർ ചാറ്റ് ചെയ്ത് ഒന്നീ തുണി വെക്കുന്ന കാര്യം, അത് മാത്രമേ നിന്റെ വായിന്ന് വരുന്നുള്ളൂ. അണ്ണാ ഞാൻ ഒരാളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അവൾ എന്നെ പറ്റിച്ചിട്ട് പോയി. ഇപ്പം മൈൻഡ് ഫുൾ ശോകമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരു മിനിറ്റ്, ആ സൂപ്പർ ചാറ്റ് വായിക്കുമ്പോൾ BGM. ഏജ്, അണ്ണാ ഞാനൊരാളെ സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അവൾ എന്നെ തേച്ചിട്ട് പോയി. ഇപ്പം മൈൻഡ് ഫുള്ള് ശോകമാണ് അണ്ണാ, എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ചില്ലായിട്ടിരിക്കും ബ്രോ. അതിനൊക്കെ ഷോ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ ഷോ ഓടിക്കാൻ സമയം ഉണ്ടാവുള്ളൂ, മനസ്സിലായ? അതിനൊന്നും ഷോ ഓടിക്കരുത്. പോട്ടെ, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട, അത്രേ ഉള്ളൂ. Oops, it's me bro. Thank you so much for the 40 rupees. അണ്ണാ എന്നെ TV കയറ്റുമോ? മോനെ സ്ലോട്ട് ഇല്ല, നിനക്കറിയാമല്ലോ. സിറ്റി മാറി കളിക്കണേ. ഇപ്പൊ പുതിയ സിറ്റിയിൽ അതിനേക്കാൾ സ്ലോട്ട് ഇല്ല, മനസ്സിലായ? നീ എന്തിനു പറയണേ? അണ്ണാ സ്റ്റേഷനിൽ പെർമിഷൻ എടുത്തോ, അപ്പോൾ സേഫ് ആകും. ഇനാഗുറേഷൻ ഓവർ ക്രൗഡ് ആയാൽ കട പൂട്ടും. പോലീസിന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയണതാണ്. ലാത്തിക്കടി കിട്ടി. ബാറ്റ്മാൻ. സൂപ്പർ ബ്രോ, സൂപ്പർ. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ, കോപ്പറേറ്റ് അടിക്കൂലേ? എടാ അല്ലേലും എന്തിനാ കോപ്പിറൈറ്റ് ഇല്ലാത്ത? നമുക്ക് അല്ലേലും എന്തിനാ കോപ്പിറൈറ്റ് ഇല്ലാത്ത? ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഒരു 50 രൂപ തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പോയി സൂപ്പർ ചാറ്റ് ചെയ്യും, മനസ്സിലായോ? അല്ല, ഇപ്പോൾ സൂപ്പർ ചാറ്റ് ചെയ്യും, അവിടെ പോയി സ്ട്രീം ചെയ്യും. സീരിയസ് ആയിട്ട് ഞാൻ പറയണം. മറ്റേ റൂട്ടറിൽ ഇതൊന്നും ഇല്ലായിരുന്നെ, പ്രോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ അതേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യയിൽ. റൂട്ടറിൽ പ്രോ ഇല്ലായിരുന്നെങ്കിൽ നിനക്കൊക്കെ മറ്റേ പ്രോ എടുത്ത് ലൈവ് കാണണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പോയി സ്ട്രീം ചെയ്യാത്തത്. അല്ലെ ഞാൻ റൂട്ടറിൽ പോയി സ്ട്രീം ചെയ്തേനെ. അവിടെ പ്രോ ഉണ്ട്, അവിടെ ചെയ്യാനും പറ്റത്തില്ല. അണ്ണാ എൻ്റെ ഫ്രണ്ടിന് ബോർഡ് എക്സാം ആണ്, ആൾക്ക് നല്ല പേടിയുണ്ട്. ഇപ്പോൾ ഒരു മോട്ടിവേഷൻ കൊടുക്കണ്ണ. ഗീവർ ബ്രോ, ഞാനും ബോർഡ് എക്സാമാണ് എഴുതിയത്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിലും വലിയൊരു മോട്ടിവേഷൻ വേറെ കിട്ടാനില്ല. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്കൂൾ എക്സാമും ബോർഡ് എക്സാം എന്ന് പറഞ്ഞ് 2 എക്സാം ഉണ്ടായിരുന്നു. സ്കൂൾ എക്സാം എന്ന് എഴുതിയാൽ വേറെ വെളിയിലത്തെ ഗവൺമെൻറ് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ്, അതുകൊണ്ട് ബോർഡ് എക്സാം തന്നെ എഴുതാമെന്ന് പറഞ്ഞ് ബോർഡ് എക്സാം എഴുതാൻ പോയി. അതാണെങ്കിൽ വേറൊരു സ്കൂളിൽ. എന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് പഠിച്ച് ബോർഡ് എക്സാം പാസ്സായപ്പം എൻ്റെ സ്കൂൾ എക്സാം എഴുതി അവൻ്റെ പേരെഴുതി അവൻ സ്പെല്ലിങ് തെറ്റിക്കും, മനസ്സിലായോ? അങ്ങനത്തെ ഒരുത്തനാണ് ഞാൻ നോക്കിയ സ്കൂളിൽ സയൻസ് കിട്ടി. എനിക്കോ, ഞാൻ കൊമേഴ്സും പഠിച്ച് ക്ലാസ്സും കട്ട് ചെയ്ത് ഇതായിട്ട് നേരെ നടന്നു, മനസ്സിലായോ? അവനിപ്പം നല്ല നിലയിൽ ജീവിക്കുന്നുണ്ട്, ഞാനിവിടെ ഊഞ്ചി തെറ്റിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു പേടിയില്ലാതെ പരീക്ഷ പോയി എഴുതിയാൽ ഈസി ആയിട്ട് പാസ്സാവും, അത്രേ ഉള്ളൂ. അതാണ് പറയാനുള്ളത്, മനസ്സിലായോ? അണ്ണാ ഞങ്ങളുടെ കൂടെ നടന്ന ഒരുത്തൻ ആദിത്യൻ ഞങ്ങളുടെ കൂടെ നടന്ന് ഒമ്പിച്ചു. അവന് മനസ്സിലായി നിന്റെ കൂടെ നടന്ന ജീവിതം പോയി എന്ന് അവന് കാര്യം മനസ്സിലായി. ആ കറക്റ്റ് സമയത്ത് വലിഞ്ഞു, മനസ്സിലായ?
അത് നിന്നെ ഊമ്പിച്ചെന്നല്ല, അവൻ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അവന് കാര്യം മനസ്സിലായി. എന്നാ ഞാൻ നന്നാവും തീരുമാനിച്ചു, ഇനി തുണി കൈയെന്ന് പറയത്തില്ല, പറഞ്ഞ അണ്ണന്റെ സമയം സാമാനം മുറിഞ്ഞു പോട്ടെന്നോ. എടാ ആനന്ദ, നിന്നെ എന്റെ ചാറ്റി കാണല്ലേ ഈകളെ, എന്റെ വില്ലത്തിയെ കാണിക്ക, എന്റെ വില്ലത്തിയെന്ന്. ഇവിടെ തുടങ്ങി വില്ലം ബ്രോ. ഇവിടെ വാ 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 വാ, വില്ലം ബ്രോയെ കാണിച്ചു തരാം, മസിൽമാനെ കാണിച്ചു തരാം, മസിൽമാൻ. വില്ലം ബ്രോ ടീഷർട്ടൊക്കെ ഇട്ട് വിരിഞ്ഞൊക്കെ വരുന്ന കേട്ടാ. ആരാണ് വിളിച്ചേ? വില്ലം ബ്രോ അവിടെ 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 മുഖം കാണിക്കാം, മുഖമാണ് കാണണ്ടേ. കൊള്ളാല്ലേ? പക്ഷെ അത് വലുതാവുന്നില്ലല്ലോ. ഏത് കൈയൊക്കെ കണ്ട എന്താ അത്? ആരെന്നെ വിളിച്ചേ? സൂപ്പർ. മസില് ജിമ്മനാണ് പ്രശ്നമാണ്.